Hello all, welcome to Teacher at Home. Today class we are going to learn the 14th chapter, that is for the continuity of generations. Observe the pictures related to the reproduction of plants. Is the sprouting or sapling from a seed the same as the growth of new plants from leaves? അതായത് വിത്തിൽ നിന്ന് മുളയ്ക്കുന്ന ചെടിയും ഇലയിൽ നിന്ന് പൊട്ടി മുളയ്ക്കുന്നതും സെയിം ആണോ? പ്രോസസ്സ് സെയിം ആണോ എന്നാണ് ചോദിക്കുന്നത്. Discuss and write down your inferences in the science diary. ഇത് നിങ്ങളുടെ സയൻസ് ബുക്കിൽ എഴുതി വെക്കുക. There are different modes of reproduction in nature to produce new generation. അതായത് പ്രകൃതിയിൽ എന്താണ് പല മോഡ്സ് ഉണ്ട് അല്ലെ റിപ്രൊഡ്യൂസ് ചെയ്യാൻ പല മോഡ്സ് ഉണ്ട്. Some examples are given below. അതിൽ കുറച്ച് എക്സാമ്പിൾ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. എന്താണ്? Collect more information about different types of reproduction and write down in your science diary. Reproductionന്റെ പല പ്രൊസീജിയർ ഇവിടെ തന്നിട്ടുണ്ട്. അത് നമ്മൾ എഴുതണം. എന്തൊക്കെയാ അത്? ബാക്ടീരിയയിൽ എങ്ങനെയാണ് റിപ്രൊഡക്ഷൻ നടക്കുന്നത്? ബൈനറി ഫിഷൻ. An existing cell divides into two new cells. അതായത് നിലവിലുള്ള സെല്ല് അത് എന്ത് ചെയ്യും? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? പുതിയ സെല്ല് ഫോം ചെയ്യും. Under favorable condition, rapid multiplication of organisms like bacteria take place. അതായത് under favorable, അതായത് അനുയോജിച്ച ടെമ്പറേച്ചർ, ക്ലൈമറ്റ് ഇങ്ങനെയൊക്കെ ലഭ്യമാവുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഓർഗാനിസംസ് മൾട്ടിപ്ലൈ ചെയ്യും. ലൈക്ക് ബാക്ടീരിയ ടേക്ക് പ്ലേസ് ഇൻ ബൈനറി ഫിഷൻ. ഫംഗസ്, സ്പോർ ഫോർമേഷൻ. ഫംഗസ് ഗ്രോത്ത് കണ്ടിട്ടില്ലേ? ബ്രെഡിലൊക്കെ പൂപ്പൽ ഫോം ചെയ്യുന്നത്. Are minute cells that can survive in unfavorable condition. ഏത് കണ്ടീഷനിൽ വേണമെങ്കിലും സർവൈവ് ചെയ്യാൻ പറ്റുന്നത് ആരാണ്? ഫംഗസ് ആണ് അല്ലെ? And develop into new organism. പുതിയ ഓർഗാനിസം ഡെവലപ്പ് ചെയ്യും. This is type of asexual. ഇതിനെയാണ് നമ്മൾ asexual reproduction എന്ന് പറയുക. ബഡ്ഡിങ്. അടുത്തത് ബഡ്ഡിങ്. Buds are formed in the parent body. അല്ലെ? ഒരു ചെടിയിൽ നിന്ന് തന്നെ ചെറിയ കുമിളകൾ ഫോം ചെയ്യുന്നതിനെയാണ് ബഡ്സ് എന്ന് പറയുക. അതെന്താണ്? ഹൈഡ്ര. When it grows, it separates itself from the parent body. അത് വലുതാകുമ്പോൾ എന്ത് ചെയ്യും? പാരന്റ് ബോഡിയിൽ നിന്ന് അത് സെപ്പറേറ്റ് ആവും. എന്നിട്ട് ഡെവലപ്പ് ഇൻടു ന്യൂ ഓർഗാനിസം. ഫ്ലവേഴ്സ് അത് സെക്സ്. അപ്പൊ പ്ലാന്റ്സിൽ സെക്സ് ഓർഗാൻസ് എന്ന് പറയുന്നത് എന്താണ്? ഫ്ലവേഴ്സ് ആണ് അല്ലെ? Pollination and floral diversity. Pollination is an example of mutualism between the plants and animals. Pollination എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ ആണ് അല്ലെ? മ്യൂച്വലിസം ബിറ്റ്വീൻ പ്ലാന്റ്സും അനിമൽസും തമ്മിലുള്ള ഒരു മ്യൂച്വലിസം ആണ് എന്ത്? Pollination. More than 2 lakh of animals help in pollination. 2 ലക്ഷത്തോളം അനിമൽസ് അല്ലെ എന്തിനെ ഹെൽപ്പ് ചെയ്യും? പോളിനേഷനിൽ ഹെൽപ്പ് ചെയ്യും. അതിൽ മെജോറിറ്റി ഏതാണ്? ഇൻസെക്ട്സ് ആണ്, പ്രാണികളാണ്. ഫ്രാഗ്രൻസ് ആൻഡ് കളർ ഓഫ് ഫ്ലവേഴ്സ് ആർ ദ മെയിൻ ടു അട്രാക്ട് ഇൻസെക്ട്സ്. അപ്പൊ ഇൻസെക്ട്സിനെ അട്രാക്ട് ചെയ്യുന്നത് എന്താണ് അല്ലെ? മണവും സുഗന്ധവും പിന്നെന്താ? കളറും, പുഷ്പങ്ങളുടെ കളറ്. Now you can guess why flowers blooming at night are mostly white in color. അപ്പൊ ഇതുകൊണ്ടാണ് എന്ത്? രാത്രി പൂക്കുന്ന പൂക്കള് മിക്കവാറും വൈറ്റ് കളറിലായിരിക്കും. എന്താണ്? ഇന്റൻസ് സ്മെല്ല്, നല്ല കുത്തണ ഒരു സ്മെല്ല് ഉണ്ടാവും അല്ലെ പൂക്കൾക്ക്. Beside living things, certain plants depend on wind. അപ്പൊ ലിവിങ് തിങ്സ് മാത്രമല്ല പിന്നെന്താണ്? certain plants also depend on water, depend on wind and water for pollination. That is, they depend on wind and water for pollination. The shapes and nature of flowers differ according to the pollinator. ഷേപ്പും ഫ്ലവറുടെ നേച്ചറും എന്ത് വ്യത്യാസപ്പെടും അല്ലെ? പോളിനേറ്ററുടെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. മോസ്റ്റ് പ്ലാന്റ്സ് ഹാവ് മോർ ദാൻ വൺ പോളിനേറ്റർ. അപ്പൊ ചില പ്ലാന്റ്സിന് എന്താവും? ഒന്നിൽ കൂടുതൽ പോളിനേറ്റേഴ്സ് ഉണ്ടാവും. ബട്ട് സർട്ടൻ പ്ലാന്റ്സ് ഡിപെൻഡ് ഓൺ പെർട്ടിക്കുലർ ഓർഗാനിസം. ചില പ്ലാന്റ്സ് ആണെങ്കിൽ എന്താണ്? ചില ഓർഗാനിസത്തിന് ഡിപെൻഡ് ചെയ്യും അല്ലെ പോളിനേഷന്. The existence of this organism adversely affects the very existence of such plants as well. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? Collect flowers from the surroundings and observe them with the help of hand lens. അപ്പൊ നമ്മൾ ചുറ്റുമുള്ള ഫ്ലവേഴ്സിനെ നമ്മളൊന്ന് കളക്ട് ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഹാൻഡ് ലെൻസ് ഉപയോഗിച്ചിട്ട് അതൊന്ന് ഒബ്സർവ് ചെയ്യുക. Identify the parts that take part in reproduction and complete the illustration. അപ്പൊ ഏതൊക്കെ ഭാഗങ്ങളാണ് റിപ്രൊഡക്ഷനിൽ പങ്കെടുക്കുന്നത് എന്നതുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. ഫ്ലവറിൽ ഏതൊക്കെയാ? മെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടും ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടും. ഫ്ലവറിൽ മെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറഞ്ഞാൽ ആൻഡ്രീഷ്യ ആണ് അല്ലെ? ഫീമെയിൽസ് ആണെങ്കിലോ ഗൈനീഷ്യം. അപ്പൊ ആൻഡ്രീഷ്യം കൺസിസ്റ്റഡ് ഓഫ് 2 parts, that is the filament and anther. The anther in turn it is divided into pollen grain male gamete which in turn take parts in fertilization. ഫീമെയിൽ ആണെങ്കിലോ മെയിൽ നമ്മൾ പറഞ്ഞു ആൻഡ്രീഷ്യം, ഫീമെയിൽ ആണെങ്കിൽ ഗൈനീഷ്യം.
which are consisted of stigma, style and ovary. അല്ലേ? ഈ ഓവറിനെ ഡിവൈഡ് ചെയ്യുന്നിട്ട് ഓവ്യൂൾ ഫോം ചെയ്യും. ഓവ്യൂൾ എന്താണ്? ഫീമെയിൽ ഗാമൈറ്റ് which take place in fertilization. Okay, the male gamete and female gamete take part in fertilization. അപ്പോൾ ഒന്നും കൂടെ പറയാം. ഫ്ലവേഴ്സ് എന്താണ്? മെയിൽ ആൻഡ് ഫീമെയിൽ, ആൻഡ്രീഷ്യനും ഗൈനീഷ്യവും. Androecium again divides into filament and anther. This anther, it is divided into pollen grain and male gamete. While the gynecium, it consists of stigma, style and ovary. Ovary in turn produces ovule. Ovule in turn produces female gamete which take part in fertilization. After pollination, pollination is എന്താ സംഭവിക്കുന്നത്? Pollination is the transfer of pollen grains to the stigma of the flowers. അപ്പോൾ എന്താണ്? സ്റ്റിഗ്മ, പ്ലാന്റ്സിന്റെ സ്റ്റിഗ്മയിലേക്കാണ് എന്ത് ഈ പോളൻ ഗ്രെയിൻസ് ചെന്ന് പറ്റിപ്പിടിച്ചിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ പോളിനേഷൻ എന്ന് പറയുക. വാട്ട് ഈസ് ദ ചേഞ്ച് ദാറ്റ് ഹാപ്പൻസ്? അപ്പൊ പോളൻ ഗ്രെയിന് ഫെർട്ടിലൈസേഷന് ശേഷം എന്താണ് സംഭവിക്കുക? ബിഫോർ പോളിനേഷൻ അല്ലെ, ഒരു വട്ടത്തില് അതിൽ എന്തൊക്കെയുണ്ട്? ട്യൂബ് ന്യൂക്ലിയസും ജനറേറ്റീവ് ന്യൂക്ലിയസും ഉണ്ട്. ആഫ്റ്റർ പോളിനേഷനോ, പോളിനേഷന് ശേഷം എന്ത് ചെയ്യും? ഒരു പോളൻ ട്യൂബ് ജനറേറ്റ് ചെയ്ത് വരും. Let us observe through a simple experiment the growth of the pollen tube from the pollen after pollination. Plan the experiment according to the hints given in the illustration. Prepare a note on the experiment and record in the science diary. Stages of the experiment. 3 stages ഉണ്ട് അല്ലേ? ചെമ്പരത്തി പൂവൊക്കെ നമ്മൾ സ്ഥിരം കാണാറുള്ളതാണ്. അപ്പോൾ അതാണ് മെയിൻലി ടേക്ക് ചെയ്യാറ്. Collect anthers from any of the flowers available in the locality. നമ്മളുടെ പരിസരത്ത് അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫ്ലവേഴ്സ് എടുക്കുക. മെക്സിക്കൻ ലൈലാക്, അതായത് ഷീമക്കോന്ന ആൻഡ് ഹൈബിസ്കസ്. Then place the pollen grain on the glass. അപ്പോൾ ഗ്ലാസ് സൈഡിൽ നമ്മൾ എന്ത് വെക്കും? പോളൻ ഗ്രെയിൻ വെക്കും. അതിനുശേഷം 2-3 ഡ്രോപ്പ് പഞ്ചസാര ലായനി ഒഴിക്കുക. Then cover it with a cover glass. You have to keep this for 2 to 4 to 5 hours or 3 to 4 hours. After that we can observe in the microscope. Did you observe the growth of the pollen tube? അപ്പോൾ മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്തപ്പോൾ നമ്മൾ പോളൻ ട്യൂബിനെ ശ്രദ്ധിച്ചോ? On the basis of ഇൻഡിക്കേറ്റേഴ്സിന്റെ സഹായത്തോടു കൂടി എന്താണ്? Figures on fertilization in plants. Okay, fertilization. What are the parts that take part? See here, this one is the pollen grain, stigma, tube nucleus, generating nucleus we have already seen. That is the pollen tube that is being generated. അപ്പോൾ pollen grain സ്റ്റിഗ്മയിലേക്ക് സ്റ്റിക്ക് ചെയ്തിരിക്കുമ്പോഴാണ് നമ്മളുടെ ഓൾറെഡി പ്രസന്റ് ആയതുള്ള ട്യൂബ് ന്യൂക്ലിയസും ജനറേറ്റിംഗ് ന്യൂക്ലിയസും എന്ത് ഫോം ചെയ്യും? പോളൻ ട്യൂബ് ഫോം ചെയ്യും അല്ലേ? ഇവിടെ എന്താ ഉള്ളത്? ഓവ്യൂൾ ഉണ്ട്. Then it is outer covering is ovary, polar nuclei, egg. അപ്പോൾ പോളൻ ഗ്രെയിൻ കണ്ടെയ്ൻ 2 ന്യൂക്ലിയൈ. പോളൻ ഗ്രെയിനിൽ എന്തൊക്കെയുണ്ട്? 2 ന്യൂക്ലിയൈ ഉണ്ട്. ഏതൊക്കെയാ അത്? ജനറേറ്റീവ് ന്യൂക്ലിയസ് ആൻഡ് ട്യൂബ് ന്യൂക്ലിയസ്. The pollen grain develop from the pollen tube develop from the pollen grain that falls on the stigma. അപ്പോൾ പോളൻ ഗ്രെയിനിൽ നിന്നാണ് എന്ത് ഫോം ചെയ്യുന്നത്? പോളൻ ട്യൂബ് ഫോം ചെയ്യുന്നത് അല്ലെ? സ്റ്റിഗ്മയിൽ നിന്നാണ് അത് വളർന്നത്. ഗ്രോ ടുവേർഡ്സ് ഓവറി. അവിടെ അത് ഏതിലേക്ക് എത്തുക? ഓവറിയിലേക്ക് റീച്ച് ചെയ്യും. Along with this nuclei in the pollen also enter the pollen tube. Along with this nuclei in the pollen, pollenലുള്ള nuclei ഇല്ലേ, അതെന്ത് ചെയ്യും? അതും pollen ട്യൂബിലേക്ക് എൻ്റർ ചെയ്യും. ജനറേറ്റീവ് ന്യൂക്ലിയർ ഡിവൈഡ് ഇൻ ദ pollen tube. ഈ ജനറേറ്റീവ് ന്യൂക്ലിയസ് ആണ് ഡിവൈഡ് ചെയ്യുക. ഇങ്ങനെ 2 മെയിൽ ഗാമേറ്റ് ആൻഡ് ദ ട്യൂബ് ന്യൂക്ലിയർ 2 മെയിൽ ഗാമേറ്റും പിന്നെന്താണ്? ട്യൂബ് ന്യൂക്ലിയസ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും. One of the male gamete that reaches the ovary through the pollen tube fuses with the egg to form zygote. അപ്പോൾ one of the male gamete that reaches the ovary, ഓവറിയിലേക്ക് റീച്ച് ചെയ്യണ മെയിൽ ഗാമേറ്റ് through the pollen tube fuses with the egg. അല്ല അതെന്ത് ചെയ്യും? എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് ഫോം സൈഗോട്ട് ഫോം ചെയ്യും. The second male gamete fuses with the polar nuclear in the ovary. And endosperm is formed from it. Endosperm അതിൽ നിന്ന് ഡെവലപ്പ് ആവും. Zygote develop into an embryo and endosperms become the stored food that is needed for the zygote ആണ് എന്ത് ഫോം ചെയ്യുക? എംബ്രിയോ ഫോം ചെയ്യും അല്ലേ? Endosperms become the stored food needed for the embryoയുടെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ഫുഡ് എവിടെ നിന്നാണ്? എൻഡോസ്പേം നിന്നാണ് അവൈലബിൾ ആവുക. Indicators: formation of male gametes, formation of embryo, formation of endosperm and its function. അപ്പോൾ എന്തൊക്കെയാണ്? മെയിൽ ഗാമേറ്റ് ഫോം ചെയ്യുക, പിന്നെന്താണ്? എംബ്രിയോ, ഫോർമേഷൻ ഓഫ് എൻഡോസ്പേം. റിപ്രൊഡക്ഷൻ ഇൻ ഹ്യൂമൻ ബീയിങ്സ്. ഹ്യൂമൻ ബീയിങ്ങിൽ നടക്കുന്ന റിപ്രൊഡക്ഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. In higher organism including human beings, specific organ system is developed to produce gametes. Analyze the illustration. Male reproductive system. Vast difference.
duct that carries sperms from the testis to the ureter. അപ്പോൾ സ്പേംസിനെ എവിടെ നിന്ന് ക്യാരി ചെയ്യുക? ടെസ്റ്റിസ് നിന്ന് ക്യാരി ചെയ്തിട്ട് യുറേറ്ററിലേക്ക് എത്തിക്കുന്നത് ആരാണ്? വാസ് ഡിഫറൻസ്. ഓക്കെ. Prostate gland produces secretion that contain the factors that are required for the nutrition and movement of gametes. അതായത് എന്ത് ഫോം ചെയ്യും? Produce secretion that contain the factors required for the nutrition and movement. അപ്പോൾ ഗാമേറ്റ്സിന് ആവശ്യമായ ന്യൂട്രീഷനും പിന്നെന്താണ് മൂവ്മെന്റ് അല്ലേ ഹെൽപ്പ് ചെയ്യുന്നത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആണ്. Then penis formed of specialized muscles and blood spaces. Urine and semen come out through the duct. That is, urine and semen, it come out through the duct which is the ureter inside the penis. It helps to deposit sperms in the vagina. See here, this is the penis. It is formed of specialized muscles and blood spaces. Urine and semen, it come through the duct. That is the ureter, it comes through the duct which helps to deposit sperms in the vagina. Testis. This one is the testis. Seen inside the scrotal sac produces sperms and male organs. But testis is found inside the scrotal sac which helps to produce sperms and male hormones. In the male reproductive system, we can see vas deferens, prostate gland, penis and testis. What is the role of vas deferens? It is carries the sperms from the testis to the ureter. Then prostate gland, it produces secretion that contain the factor required for the nutrition and movement of gametes. Penis, it is formed of specialized muscles and contains blood spaces. It helps to deposit sperms in the vagina. Testis, it is seen inside the scrotal sac. Produce sperms and male hormones. Sperm. Sperm is a male gamete. It is motile. എന്താണ് മൂവ്മെന്റ് ഉള്ളതാണ്. പിന്നെന്താ മൈക്രോസ്കോപ്പിക് ചെറിയ only through microscope you will be able to see. The spermന് എന്തൊക്കെയുള്ള ഹെഡ് ഉണ്ട്. Then middle piece. See here. See the picture while reading the paragraph. Okay. It is having a head, then the middle piece and also a tail. They move with the help of the tail. Mitochondria present in the middle piece provide the energy for movement. അപ്പോൾ ഇതിനൊക്കെ ഒരു മൂവ്മെന്റിന് എനർജി ആവശ്യമുണ്ട് അല്ലെ. ആ എനർജി എവിടെ നിന്നാണ് ലഭിക്കുക? The mitochondria which is present in the middle piece, it provides energy for movement. Nucleus contains paternal chromosomes. It is inside the head. Sperms are formed inside a pair of testes located in the scrotal sac outside the abdominal cavity. Testes also produce testosterone produce ചെയ്യും. The male sex hormone. Temperature less than the body temperature. It is favorable for the formation of sperm. അല്ലെ. അപ്പോൾ സ്പേമിന് ആവശ്യമായിട്ടുള്ള ബോഡി ടെമ്പറേച്ചർ ഏതാണ്? 35 ലെസ് ആയിട്ടുള്ള ടെമ്പറേച്ചർ എന്തിനാവശ്യമുള്ളൂ? സ്പേംസിന് ആവശ്യമുള്ളൂ അല്ലെ. പിന്നെ ടെസ്റ്റിസ് ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക? ടെസ്റ്റോസ്റ്റിറോൺ. ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത് എന്താ? മെയിൽ സെക്സ് ഹോർമോൺ. A scrotal sac helps to maintain the temperature. Sperms along with the secretion of glands, including the prostate gland, it reaches the penis and is secreted outside. ഈ പ്രോസസ്സിനെയാണ് ഇൻസെമിനേഷൻ എന്ന് പറയുക. Sperms along with the secretion of glands, including the prostate gland, that is, it reaches the penis and is secreted outside. This process is known as insemination. Indicators ഏതൊക്കെയാണ്? Characteristic of sperms അല്ലെ. പിന്നെ location of testisum, production of sperms, importance of glands. Next one is the female reproductive system. Already we learned about the male reproductive system. Then coming to the female reproductive system, we can see the ovary, fallopian tube, uterus, endometrium and vagina. Ovary, that is produces ovum and female organs. About ovary, see here, this one is the ovary which produces ovum and also the female hormones. This one is the fallopian tube or oviduct. Carries a tube itself means it carries ovum to the uterus. Fertilization take place in the fallopian tube. അപ്പോൾ ഈ ട്യൂബിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. Uterus, fetus completes its growth in uterus. അപ്പോൾ ഈ this is the place where the fetus completes its growth. Then endometrium. Inner layer of the uterine wall, fetus grows by adhering to the endometrial wall. It adheres to the endometrial wall. Vagina, part through which the uterus open out
Sperms are deposited here. Ovum. Ovum, what is that? It is the female gamete. It is larger than the sperm. Ovum is non-motile. So what is ovum? Ovum, it is a female gamete. We have seen that the testis, that is the male gamete. Ovum, it is the female gamete, which is larger than the sperm. Sperm ne kaatiyum valudana, പക്ഷെ എന്താണ് movement possible alla. Specialized protective layers are seen outside the cell membrane of the ovum. Ovathinte പുറത്ത് എന്താണ് protective layers കാണാൻ പറ്റും ല്ലേ. A pair of ovaries situated in the abdominal cavity produces ova. So this ovaries which is present in the abdominal cavity produces what? Ova, the female sex hormones called estrogen and progesterone. Ovulation is the process of releasing mature ovum from the ovary. Normally one ovum matures per month. അപ്പോൾ പെയർ ഓഫ് ഓവറീസ് നമുക്ക് എവിടെ കാണാം? അബ്ഡോമിനൽ ഡക്റ്റിൽ അല്ലേ? ക്യാവിറ്റി പ്രൊഡ്യൂസേഴ്സ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഓവ പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ഈസ് ഫീമെയിൽ സെക്സ് ഹോർമോൺസ് ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. Ovulation take place here, releasing the mature ovum from the ovary once in a month. Indicators, characteristics of ovum, function of ovary. Sperm, that is size means it is small when compared to the ovum. Motility, sperm is motile, ovum non-motile. Morphology means that is what? Morphology, what we have seen is it is a head, middle piece and a tail. Move with the help of the tail, and mitochondria, it is present for energy. In ovum, movement, it is non-motile. What is menstruation? A natural process that is taking place in girls as part of the physical growth. So menstruation takes place in girls. It starts early or late in accordance with one's. അപ്പോൾ ഇത് ചിലപ്പോൾ നേരത്തെയോ വൈകിയോ ആവാം. എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഹെറിഡിറ്ററി അല്ലേ, പാരമ്പര്യത്തെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ഫുഡ് ഹാബിറ്റ്സ്, സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത്, ആരോഗ്യം, പിന്നെ ഹോർമോണൽ ചേഞ്ച്. ഓക്കെ, പ്രയർ ടു മെൻസ്ട്രേഷൻ, ഇതിന്റെ മുമ്പ് നമുക്ക് എന്തുണ്ടാവും? എ ലിറ്റിൽ ബിറ്റ് ബാക്ക് പെയിൻ, വോമിറ്റിംഗ് ടെൻഡൻസി, nausea and lower abdomen pain in the lower abdomen may be experienced. The duration, it is of the menstrual cycle may not be the same in every individual. എല്ലാ ഇൻഡിവിജ്വലിലും ഒരേപോലെ ആയിരിക്കില്ല. എങ്ങനെയായിരിക്കും? ഇറ്റ് റിപ്പീറ്റ് വൺസ് ഇൻ 20 days അല്ലേ? 28 days ഒരിക്കലായിരിക്കും ഇത് സംഭവിക്കുക. For the first 1 or 2 years, this cycle may not be irregular. If the irregularity continues, irregularity continue ചെയ്യുകയാണെങ്കിൽ എന്താണ്? Medical assistance should be taken. Menstruation cycle stops at the age of 45 to 50 years of age. If fertilization fails to occur, along with ovulation, the preparation for the growth of fetus take place in the uterus every month. It is ovulation കൂടെ തന്നെ എന്താണ്? ഫീറ്റസിന്റെ ഗ്രോത്തും അല്ലെ preparation, it will take place in the uterus every month. Endometrium, the inner layer of the uterus, thickens and more blood capillaries and glands begin to develop. അപ്പോൾ ഈ ഓരോ പ്രോസസ്സ് നടക്കുമ്പോൾ എന്ത് ചെയ്യും? എൻഡോമെട്രിയം അല്ലെ, ഇന്നർ ലെയർ ഓഫ് ദ യൂട്രസ് അത് തിക്കൺ ചെയ്യും. പിന്നെന്താണ്? കുറെ ബ്ലഡ് കാപ്പിലറീസും ഗ്ലാൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യും. When the fertilization does not take place, all this preparation become futile. The newly formed tissues get destroyed and peel off from the uterine wall. The tissue get eliminated through the vagina along with the blood and mucus. This process is menstruation. It lasts for 3 to 7 days. അപ്പോൾ ഓവുലേഷന്റെ കൂടെ ടേക്ക് പ്ലേസ് ചെയ്യുന്ന പ്രോസസ്സാണ്. യൂട്രസ് തിക്കണാവുക, പിന്നെന്താണ്? ബ്ലഡ് കാപ്പിലറീസും ഗ്ലാൻസ് ഒക്കെ ഫോം ചെയ്യും അല്ലെ. അപ്പൊ ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ലെങ്കിൽ ഇതൊക്കെ എന്ത് ചെയ്യും? അതൊക്കെ വജൈനയിൽ കൂടെ പോവും അല്ലെ, വിത്ത് ബ്ലഡും മ്യൂക്കസും ആയിട്ട് അത് പോവും. ഇതിനെയാണ് മെൻസ്ട്രേഷൻ എന്ന് പറയുക. ഇത് എത്ര ദിവസം നീണ്ടു നിൽക്കും? 3 to 7 days. If fertilization occurs, the ovum released from the ovary അല്ലെ, ഓവറിയിൽ നിന്ന് ഓവാണെന്ത്? ഓവറിയിൽ നിന്ന് റിലീസ് ചെയ്യണതാണ് ഓവം. ഇറ്റ് റീച്ചസ്, എവിടേക്കാ റീച്ച് ചെയ്യുക? ഓവിഡക്റ്റിലേക്ക് റീച്ച് ചെയ്യും അല്ലെ. there it fuses with the sperm. എന്നിട്ട് എന്ത് ചെയ്യും? സ്പേമുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഫോം ചെയ്യും. അതിനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയാം. അതായത് ഓവം റിലീസ്ഡ് ഫ്രം ദ ഓവറി, ഓവറിയിൽ നിന്ന് നമ്മൾ എന്ത് റിലീസ് ചെയ്യും? ഓവം റിലീസ് ചെയ്യും. റീച്ചസ്, എന്നിട്ട് അത് എവിടേക്കാ എത്തുക? ഓവിഡക്റ്റിലേക്ക് എത്തും അല്ലെ. ഓവിഡക്റ്റിലുള്ള
സ്പേമുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? സൈഗോട്ട് ഫോം ചെയ്യും. ഇതിനെയാണ് എന്ത് പറയുക? ഫെർട്ടിലൈസേഷൻ എന്ന് പറയുക. Though many sperms reach the oviduct, only one sperm. കുറേ സ്പേംസ് റീച്ച് ചെയ്യുകയാണെങ്കിലും ഒരു സ്പേമുമായിട്ട് മാത്രമേ എന്ത് ചെയ്യും? ഇത് ഫ്യൂസ് ചെയ്യുള്ളൂ. The single cell zygote undergo division to become. അപ്പൊ ഈ സൈഗോട്ട്, ഒരു സെല്ലിലുള്ള സൈഗോട്ടാണ് എന്ത് ഫോം ചെയ്യുക? മൾട്ടി സെല്ലുലർ എംബ്രിയോ ആയിട്ട് ഫോം ചെയ്യുക. എംബ്രിയോ ഡെവലപ്പ് ബൈ അറ്റാക്കിംഗ് ഇറ്റ്സെൽഫ്. അല്ലെ, എംബ്രിയോ എങ്ങനെ ഡെവലപ്പ് ചെയ്യുക? അത് ഇതിനോട് പറ്റിപ്പിടിച്ചിരിക്കും? എൻഡോമെട്രിയത്ത്, അതായത് യൂട്രസിന്റെ ഇന്നർ ലെയറിനെയാണ് നമ്മൾ എന്ത് പറയാ? എൻഡോമെട്രിയൻ, അല്ലെ, തിക്കണ്ട് വാള്, അതിലേക്ക് പറ്റിപ്പിടിച്ചിരിക്കും. ഹോർമോൺസ് ആർ കെമിക്കൽ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ എൻഡോക്രൈൻ ഗ്ലാൻഡ് ഓഫ് ദ ബോഡി. അപ്പൊ ഹോർമോൺസ് ആരെ പ്രൊഡ്യൂസ് ചെയ്യുന്ന? എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. ഹോർമോൺ എന്ന് പറയുന്നത് കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ്, അല്ലെ, കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. കൺട്രോളും കോർഡിനേറ്റ് വേരിയസ് ലൈഫ് പ്രോസസ്. അപ്പൊ ഏതെങ്കിലും ഒരു വേരിയേഷനോ സെക്രീഷനോ ഹോർമോണിൽ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ എന്താവും? നമ്മുടെ ലൈഫ് പ്രോസസ്സിനെ തന്നെ അത് അഫക്റ്റ് ചെയ്യും. ഇത് കണ്ടില്ലേ? എംബ്രിയോ ഡെവലപ്പ് ബൈ അഡ്ഹറിങ്, യൂട്രസിലായിട്ട് പറ്റിപ്പിടിച്ചിരിക്കുന്നു. പിന്നെന്താണ്? ഓവുലേഷൻ നടക്കുന്നു. ഓവം ഫ്യൂസസ് വിത്ത് ദ സ്പേം. ഇൻ ദ ഓവിഡക്ട്, zygote is formed. This one is the placenta. Placenta, uterus, it is outer layer, umbilical cord, a cord, it is being joined to the baby. Then amnion, on which the baby is lying. Amniotic fluid, it is a fluid filled on the inner side of the placenta. Placenta is the part by which the embryo attracts itself to the endometrium. Placenta എന്ന് പറയുന്നത് എന്താണ്? ഒരു ഭാഗമാണ്, അല്ലെ? എംബ്രിയോ എന്ത് ചെയ്യും? എൻഡോമെട്രിയത്തിൽ അറ്റാച്ച് ചെയ്തിട്ടിരിക്കും. പിന്നെ ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ഫീറ്റൽ ടിഷ്യൂസ് ആൻഡ് യൂട്രൈൻ ടിഷ്യൂസ്. അപ്പൊ എന്തൊക്കെ കണ്ട്? ഫീറ്റൽസ്, അല്ലെ, ഫീറ്റലിന്റെ ടിഷ്യൂയും യൂട്രൈനിൽ എന്തുണ്ട്? അതിലും ടിഷ്യൂസ് ഫോം ചെയ്യും. ഓക്സിജനും ന്യൂട്രീഷ്യൻസും ഒക്കെ ഫീറ്റസിലേക്ക് എത്തുന്നത് ഏതിൽ വഴിയാണ്? അംബ്ലിക്കൽ കോഡ് വഴിയാണ് പ്ലാസന്റയിലേക്ക് ഈ ന്യൂട്രിയൻസും ഓക്സിജനും എത്തുന്നത്. വേസ്റ്റ് മെറ്റീരിയൽ ആൾസോ എലിമിനേറ്റഡ് ത്രൂ ദ പ്ലാസന്റ. പ്ലാസന്റയിൽ നിന്ന് എന്തൊക്കെ എലിമിനേറ്റ് ചെയ്യും? വേസ്റ്റ് മെറ്റീരിയൽ എലിമിനേറ്റ് ചെയ്യാറുണ്ട്. ഹെൽപ്പ് ഇൻ ദ എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽ ബിറ്റ്വീൻ ദ മദർ ആൻഡ് ഫീറ്റസ് വിത്തൗട്ട് മിക്സിംഗ് ദ ബ്ലഡ്. അപ്പം ഈ മദറും കുട്ടിയും തമ്മിലുള്ള എക്സ്ചേഞ്ച് പ്രോസസ്, ദാറ്റ് ഈസ് ഓക്സിജനും ഫുഡ് ഒക്കെ എങ്ങനെയാണ്? ത്രൂ പ്ലാസന്റ വഴിയാണ്, അല്ലേ? വിത്തൗട്ട് മിക്സിംഗ്, ബ്ലഡുമായിട്ട് മിക്സ് ചെയ്യാതെ പ്ലാസന്റ വഴിയാണ് ഇതൊക്കെ ഫോം ചെയ്യുന്നത്. ഗ്രോത്ത് ഓഫ് ദ ഫീറ്റസ് കംപ്ലീറ്റ്സ് വിത്തിൻ ദ ആംനിയോൺ. ഗ്രോത്ത് എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്യണം? ആംനിയോണിൽ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യും. മെംബ്രെയിനസ് കവറിംഗ് ഫോംഡ് ഫ്രം ദ എംബ്രിയോണിക് സെൽസ്. Embryonic cells during the initial stages of growth. Amniotic fluid within this covering prevent dehydration of the fetus. അപ്പോൾ amniotic fluid ആണ് എന്തിന്? അല്ലെ, വെള്ളം നിലനിർത്താൻ ഹെൽപ്പ് ചെയ്യണത്. പ്രൊട്ടക്ട് ഇറ്റ് ഫ്രം ഷോക്ക്, അല്ലെ, പെട്ടെന്നുള്ള ഷോക്കും ഇതിൽ നിന്നൊക്കെ കുട്ടികളെ അതിൽ നിന്ന് രക്ഷിക്കുന്നത് എന്താണ്? ആംനിയോട്ടിക് ഫ്ലൂയിഡ് ആണ്. ജസ്റ്റേഷൻ പീരീഡ്, ഗർഭസ്ഥ കാലം എന്ന് പറയുന്നത് എത്രയാണ്? 270 തൊട്ട് 280 ഡേയ്സ് വരെയാണ്. ഡ്യൂറിംഗ് ദിസ് പീരീഡ് ദ ഫീറ്റർ കംപ്ലീറ്റ്സ് ഇറ്റ്സ് ഗ്രോത്ത് ത്രൂ ഗ്രാജുവൽ ചേഞ്ചസ്, അല്ലെ, അതിന്റെ ഗ്രോത്ത് എന്താണ്? ഗ്രാജുവൽ ചേഞ്ച് ആയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യും. ഫുള്ളി ഗ്രോൺ ബേബി കംസ് ഔട്ട് ത്രൂ ദ വെജൈന. ആ പ്രോസസ്സിനെ എന്താ പറയുക? പാർച്ചുറേഷൻ. The growth of fetus and the birth of the baby are complex process. Only a woman with a physical and mental maturity can accept the changes and give birth to a healthy baby. So this and all we have already learned. You have to write it from this paragraph. Okay. Adolescence, a special phase in life. Adolescence is a period of biological significance. It is of rapid changes from childhood. അപ്പോൾ adolescence എന്ന് പറയുന്നത് എന്താണ്? കൗമാരപ്രായം, അല്ലെ, കുട്ടിത്തത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് റീച്ച് ചെയ്യണതിനെയാണ് അഡോളസൻസ് എന്ന് പറയുക. സ്റ്റാറ്റിക്സ് ഓഫ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അഡോളസൻസ് പീരീഡ് എന്ന് പറയുന്നത് 11 to 19 വയസ്സ് വരെയാണ്. This is a period from the onset of puberty to the completion of physical growth. When a child reaches the puberty, completion of the physical growth take place. Okay, puberty relates to the physical changes that occur. അപ്പോൾ കുട്ടികളിൽ ഉണ്ടാവുന്ന ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു മാറ്റത്തെയാണ് നമ്മൾ എന്ത് പറയുക? പ്യൂബർട്ടി എന്ന് പറയുക. Thereby making them capable of reproduction. ഇങ്ങനെയാണ് അവരെ റിപ്രൊഡക്ഷന് പ്രാപ്തരാക്കുക. Each individual, the adolescence begins with physical change. അപ്പോൾ ഓരോ ഇൻഡിവിജ്വലിലും അഡോളസൻസ് എങ്ങനെയാണ് തുടങ്ങുക? ഫിസിക്കൽ ചേഞ്ചിന്റെ അടിസ്ഥാനത്തിലാണ് അത്
തുടങ്ങാറ്. ഡെവലപ്മെന്റ് ഓഫ് എന്തൊക്കെയാണ്? ബ്രെയിൻ, റാപ്പിഡ് ഇൻക്രീസ് ഇൻ ഹൈറ്റ് ആൻഡ് വെയിറ്റ് ഇൻക്രീസ്ഡ് അല്ലെ, ബുദ്ധിയിലുള്ള മാറ്റം, പിന്നെന്താണ് ഹൈറ്റിലും വെയിറ്റിലും ഒരു നേരിയ മാറ്റം കാണാം. എഫിഷ്യൻസി ഓഫ് ഗ്ലാൻസ്, ഇൻക്രീസ് എഫിഷ്യൻസി ഓഫ് ഗ്ലാൻസ് ആർ ദി സിഗ്നിഫിക്കന്റ് ഫീച്ചേഴ്സ് ഓഫ് ദിസ് പീരീഡ്. ചേഞ്ചസ് റിലേറ്റഡ് ടു അഡolescence ആർ മോർ റാപ്പിഡ് ഇൻ ഗേൾസ്. അപ്പൊ പെൺകുട്ടികളിലാണ് നമ്മളിത് കൂടുതലായിട്ട് കാണുക കമ്പയറിംഗ് ടു ബോയ്സ്. ദിസ് ഈസ് ബിക്കോസ് ദ പാർട്സ് ഓഫ് ദ ബ്രെയിൻ ദാറ്റ് കൺട്രോൾ ഡെവലപ്പ് റാപ്പിഡ്ലി. അതെന്തുകൊണ്ടാണ്? ബ്രെയിനിലുള്ള പാർട്ട് ഉണ്ടല്ലോ ഫിസിക്കൽ മെന്റൽ ചേഞ്ചിനെ ഡെവലപ്പ് ചെയ്യുന്നത്, അത് റാപ്പിഡ് ആയിട്ട് ഗ്രോ ചെയ്യണത് ഗേൾസിലാണ്. along with the rapid physical changes, intense mental and emotional changes with adolescence significant period of one's life. അപ്പോൾ ഫിസിക്കൽ മാത്രമല്ല, എന്താണ് മെന്റലും ഇമോഷണൽ ചേഞ്ചും നമ്മൾ കാണാറുണ്ട്. ഫിസിക്കൽ ചേഞ്ചസ് ഇൻ അഡോളസൻസ് എന്തൊക്കെയാത്? ഇൻ ബോയ്സും ഗേൾസും ഫാസ്റ്റ് ഗ്രോത്ത് ആണ് അല്ലെ. പിന്നെ ഗ്രോത്ത് ഓഫ് സെക്സ് ഹോർമോൺസ് ഗെയിൻസ് മൊമെന്റം ഇൻ ബോത്ത്. ഹെയർ ഗ്രോസ് ഇൻ വേരിയസ് പാർട്ട്. ഏതൊക്കെയാ? പ്യൂബിക് റീജിയൻ, ആംപിറ്റ്സ്, ഫേസ് ആൻഡ് ചെസ്റ്റ്. ഹെയർ ഗ്രോത്ത് ഇൻ പ്യൂബിക് റീജിയൻ ആൻഡ് ദ ആംപിറ്റ്സ്. പിച്ച് ഓഫ് ദ വോയിസ് ഡീപ്പൻസ് അല്ലെ, ശബ്ദത്തിനൊരു മാറ്റം കാണും. ഗേൾസിലാണെങ്കിൽ ഷാർപ്പ്, ബോയ്സിലാണെങ്കിൽ ഡീപ്പൻസ്. ഗ്ലാൻസ് ഇൻ ദ സ്കിൻ ബിക്കം മോർ ആക്റ്റീവ്, ആക്റ്റീവ് breast develops, then shoulder bones expand, hip bones widen up. Ejaculation starts, menstruation starts up. Indicators. What is adolescence? These are some questions being asked. Adolescence and food അല്ലേ. അപ്പൊ അഡോളസൻസിൽ ഫുഡുമായിട്ടുള്ള ബന്ധം എങ്ങനെയാ? പ്രോപ്പർ ന്യൂട്രീഷൻ ഈസ് നെസസറി ഫോർ റാപ്പിഡ് ഗ്രോത്ത് അല്ലെ. ശരിയായ പോഷകാഹാരം ആവശ്യമാണ്. Read the newspaper. What is this? In India, 56% of adolescent girls and 30% of adolescent boys suffer from the chronic anemia due to the what is chronic anemia? How it is happened? Due to the deficiency of iron. To prevent this, food supply, that is a supply iron tablet 30 crores of students up at the age of 10 to 19. Anemia, it is a condition caused either by reduction in the number of red blood cells in blood or by the deficiency of hemoglobin. Hemoglobin, the pigment in red blood cell. അപ്പോൾ അനീമിയ അല്ലേ, രക്തത്തിന്റെ അളവ് കുറയുമ്പോഴാണ് അനീമിയ ഉണ്ടാവുക. റിഡക്ഷൻ ആർ ബി സിയിലെ അളവ് കുറയുക. അതെന്താണ്? ഡെഫിഷ്യൻസി ഓഫ് ഹീമോഗ്ലോബിൻ, ദ പിഗ്മെന്റ് ഓഫ് റെഡ് ബ്ലഡ് സെൽസ് കോർപ്പസ്യൂൾസ്. അനീമിയ, വിളർച്ച, ബ്ലഡ് ലൂസസ് ഇസ് കപ്പാസിറ്റി. അതെന്തുകൊണ്ടാണ്? ഹീമോഗ്ലോബിന്റെ അളവ് കുറയുക. അപ്പൊ എന്താവും? ഓക്സിജൻ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയും. പേഴ്സൺ ഫീൽ വീക്ക് ആൻഡ് എക്സോസ്റ്റഡ്. ഇറ്റ് ഓൾസോ കോസസ് ലോസ് ഓഫ് മെമ്മറി അല്ലെ, ഓർമ്മ കുറവുണ്ടാവും. പിന്നെന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് അനീമിയ എഫക്ട്സ് ബ്രെയിനിന്റെ നേരായ പ്രവർത്തനം തന്നെ അത് ബാധിക്കും. ഡെഫിഷ്യൻസി ഓഫ് അയൺ ഇൻ ദ ബോഡി ഇസ് വൺ ഓഫ് ദ കോസസ് അല്ലെ. അയണിന്റെ കുറവ് മൂലമാണ് എന്ത്? അനീമിയ ഉണ്ടാവുന്നത്. ഇറ്റ് ക്യാൻ ബി റെമഡീഡ് ബൈ ഇൻക്ലൂഡിങ്. അതെങ്ങനെയാണ് നമുക്ക് മാറ്റാൻ പറ്റുക? നമ്മുടെ ഭക്ഷണത്തിൽ അയൺ ഇൻക്ലൂഡ് ചെയ്ത ഫുഡ് ഐറ്റംസ് കൂട്ടുക. അയൺ ടാബ്ലറ്റ് അതിനൊരു സൊല്യൂഷൻ ആണ്. ടു എൻഷുർ അവൈലബിലിറ്റി ഓഫ് ന്യൂട്രീഷ്യൻസ് ത്രൂ റെഗുലറൈസേഷൻ ഓഫ് ഫുഡ് ഹാബിറ്റ്സ്. ഫുഡ് സർട്ടൻ ടിപ്സ് ടു ഫോളോ. എന്തൊക്കെയാണ് ഫുഡ്? ബ്രേക്ക്ഫാസ്റ്റ് അല്ലെ, രാവിലെയുള്ള ഭക്ഷണം നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത്. കാരണം നമുക്ക് ആ ദിവസം ചെയ്യാനുള്ള എനർജി ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇറ്റ് ഈസ് എ ബ്രേക്ക്ഫാസ്റ്റ്. ഹാവ് റൈറ്റ് ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് അറ്റ് ദ റൈറ്റ് ടൈം. അപ്പോൾ ആവശ്യത്തിന് ഫുഡ് ഓരോ ടൈമായിട്ട് എടുക്കുക. പിന്നെ ഡയറ്റ് ആണെങ്കിലും എന്താണ്, നമ്മൾ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം? ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പൾസസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യണം. റെഡ്യൂസ്ഡ് ഇൻടേക്ക് ഓഫ് ഫ്രൈഡ് ഐറ്റംസ് ഇല്ലേ, അതിന്റെ അളവ് കുറയ്ക്കുക. ഷുഗർ ആൻഡ് സോൾട്ട്, ഉപ്പും പഞ്ചസാരയും മിതമായ അളവിൽ ഉപയോഗിക്കുക. ഡു നോട്ട് ബി ഹാബിറ്റഡ് ടു ബോട്ടിൽ ഡ്രിങ്ക്സ് അല്ലെ, ടിൻ ഫുഡ്സും ബോട്ടിൽ ഡ്രിങ്ക്സ് ഒക്കെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെന്താണ്? ചോക്ലേറ്റ്, സ്വീറ്റ്, ഐസ്ക്രീംസ്, ഇതൊന്നും നമ്മുടെ ശരീരത്തിന് ഹാനികരമാണ്. കീപ് ഇൻ മൈൻഡ് ദാറ്റ് എക്സസീവ് ലൈക്സ് ഓർ ഡിസ്ലൈക്സ് ഓഫ് ഫുഡ് ഐറ്റം വിൽ അഡ്വേഴ്സ്ലി അല്ലെ, കണ്ടമാനം ഒരു ഫുഡ് ഇൻടേക്ക് ചെയ്യുക, ഒന്നിനെ തന്നെ പൂർണ്ണമായി അവോയ്ഡ് ചെയ്യുക, ഇതൊക്കെ നമ്മുടെ ശരീരത്തെ ബാധിക്കും. പിന്നെന്താണ്? ലീഫി വെജിറ്റബിൾസ് പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കുക. അഡോളസൻസ് ആൻഡ് ദ കൺസെപ്റ്റ് ഓഫ് ബ്യൂട്ടി. ദ ഹീറോയിക് ഇമേജസ് കമ്മിറ്റഡ് ബൈ ദ മീഡിയ അല്ലെ. അപ്പൊ മീഡിയയിലൂടെയാണ് ഈ കുട്ടികൾ എന്തൊക്കെയാണ് ഹീറോയിക് ഇമേജസും ഇതൊക്കെ ഇൻഫ്ലുവൻസ് ആണത്. അഡോളസന്റ് മൈൻഡ്സ് വെരി ക്വിക്ക്ലി. അഡോളസൻസ് ആർ വെരി കോൺഷ്യസ് അബൌട്ട് ദെയർ ബോഡി അല്ലെ. അവർക്ക് അവരുടെ സൗന്ദര്യത്തെക്കുറിച്ചും ദേഹത്തെക്കുറിച്ചും നല്ല ബോധമുള്ളവരാണ്.
Mistake the external appearance for personality. അപ്പോൾ എന്താണ് പുറമേയുള്ള ഇത് കണ്ടിട്ട് അവര് അതിനെ അനുകരിക്കാൻ ശ്രമിക്കും. കോസ്മെറ്റിക്സ് യൂസ് ചെയ്യുക, ഫുഡ് ഹാബിറ്റ്സിന് മാറ്റം വരുത്തുക, അൺസയന്റിഫിക് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുക, ഇതൊക്കെ എന്തുണ്ടാക്കും? ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കും. ഈറ്റിംഗ് ഡിസോർഡർ ഇറ്റ് ഈസ് നോൺ എസ് അല്ലേ? തെറ്റായ രീതിക്കുള്ള ഭക്ഷണ രീതി എന്താണ്? ഭക്ഷണത്തോടുള്ള ആവേശം തന്നെ നമുക്ക് ഉണ്ടാവാതെയാവുക. അതൊക്കെയാണ് ഇതിന്റെ കോസ്. റെഗുലർ സ്കിപ്പിംഗ് ഓഫ് ഫുഡ് അല്ലേ? ഫുഡ് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാതിരിക്കുക, ഇതൊക്കെ നമ്മുടെ ബോഡീന് ഹാർംഫുൾ ആയിട്ടുള്ള എഫക്ട്സ് ഉണ്ടാക്കും. Adolescence is period of challenges. Rapid changes in the development of a brain and the production of hormones during adolescence cause mental and emotional disturbance. അപ്പോൾ എന്താണ് അഡോളസൻസ് ടൈമിൽ എന്താ ഉണ്ടാവുക? കണ്ടമാനം പ്രൊഡക്ഷൻ അല്ലെ, ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാവും. അപ്പൊ എന്താണ് ഡെവലപ്മെന്റ് ഓഫ് ദ ബ്രെയിനിലെ ഡെവലപ്മെന്റും മെന്റലും ഇമോഷണൽ ഡിസ്റ്റർബൻസും ആ വ്യക്തി ഫേസ് ചെയ്യും. അഡോളസന്റ് ലൂസസ് കോൺസെൻട്രേഷൻ അല്ലെ, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെയാവുക. പിന്നെന്താണ് കുട്ടികൾക്ക് ഒരു ഫ്രീഡം തന്നെ നമ്മൾ we will ban their freedom. At the same time she does not get recognition as an adult earlier. അപ്പോൾ അവർക്ക് അവരുടേതായിട്ട് ഒരു വ്യക്തിത്വം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. It causes identity crisis, a lack of awareness. അപ്പൊ അവനവനെ കുറിച്ചുള്ള ബോധവും ഇതൊന്നും ഉണ്ടാകാതെ സ്വയം എന്തെങ്കിലുമൊക്കെ ഒരു ഡിസിഷൻ എടുത്തിട്ട് അവർ ആ വഴിക്കാവും നീങ്ങുക. മേ fall prey to evil influences അല്ലെ? അപ്പൊ തെറ്റായ രീതിക്ക് അവര് നീങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. such as imitation tendency, bad friendship and bad habits, misuse of mobile phones and internet. It is essential to overcome this challenge. Keep away from exploitation and temptation. So we should say no whenever anyone approaches with you wrong intentions, protect you from dangers. Addictive habits ഏതൊക്കെയാ കണ്ടില്ലേ? ആൽക്കഹോളിസത്തിലൂടെ എത്രമാത്രം ആൾക്കാരാണ് അവരുടെ ജീവിതം നഷ്ടപ്പെട്ടത്. സ്മോക്കിങ്ങും കില്ലിയും. ഡ്രഗ്സ് എന്താണ് കോസസ് ഡെത്ത് ഓഫ് 2 lakhs every year. Path to destruction. Tobacco contains more than 7,000 chemicals such as അല്ലെ? ടൊബാക്കോ എന്താണ് അതിലെന്താ അടങ്ങിയിരിക്കുന്നത്? 7,000 കെമിക്കൽസ് ആണ് അതിൽ ഉള്ളത്. എന്തൊക്കെയാണ്? നിക്കോട്ടിൻ, ബെൻസീൻ എക്സെട്ര. About 70 of these chemicals are carcinogen. അതിൽ 70% കെമിക്കൽ എന്താണ്? കാർസിനോജൻസ് ആണ്. സ്മോക്കിംഗ് റെഡ്യൂസസ് ദ ഡയമീറ്റർ ഓഫ് ബ്ലഡ് കാപ്പിലറീസ് അല്ലെ? വലിയ എന്താണ് നമ്മളുടെ ബ്ലഡിലേക്കുള്ള ബ്ലഡ് ഫ്ലോ തന്നെ അത് പ്രിവെന്റ് ചെയ്യും. പിന്നെന്താണ് ഓക്സിജൻ ടു ദ ടിഷ്യൂസ് ഇതൊക്കെ തടസ്സപ്പെടുത്തും. സ്മോക്കിംഗ് ആൻഡ് ദ യൂസ് ഓഫ് ടൊബാക്കോ പ്രൊഡക്ട്സ് ആർ ദ മെയിൻ കോസസ് ഓഫ് ക്യാൻസർ. അപ്പോൾ ഈ കണ്ടമാനം ഈ പുകവലിക്കുന്നതും ഹാനികരമായ വസ്തുക്കൾ ഉപയോഗിക്കുന്നതുമാണ് ഈ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുക. ഇറ്റ് വിൽ കോസ് ദ മൗത്ത്, ലങ്സ്, ത്രോട്ട് ആൻഡ് ഈസോഫാഗസ് അല്ലെ? ഈ പാർട്സിലൊക്കെ ക്യാൻസർ പ്രൊഡ്യൂസ് ചെയ്യും. You have to collect the information and have to write down in your note. Did you notice the illustration? These are some questions being asked about this paragraph. Need for assertiveness. If we say the emphatic no at the right time, we can avoid അല്ലേ? അപ്പോൾ തെറ്റായ രീതിക്ക് നീങ്ങുന്ന സമയത്ത് നോ എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് കുറെ ഡേഞ്ചർ ഒക്കെ എന്ത് ചെയ്യാം? അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഏതൊക്കെയാ? സർവീസ് ഓഫ് എ നേഴ്സ്, ഹെൽത്ത് ക്ലബ്ബ്, പിന്നെ മെഡിക്കൽ ക്യാമ്പ്, സർവീസ് ഓഫ് എ കൗൺസിലർ. ഹെൽത്ത് ക്ലബിൽ ഇവിടെ എന്താ എഴുതിയിരിക്കണേ? ഹെൽത്ത് അവയർനെസ് ക്ലാസ്, അഡോളസൻസ് അല്ലെ? ഹെൽത്ത് ഇഷ്യൂസ്, വെന്യൂ, ഓഡിറ്റോറിയം. അപ്പൊ ഹെൽത്ത് അഡോളസൻസ് ഫേസ് ചെയ്യുന്ന ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ചുള്ള ഒരു ടോപ്പിക്കാണ് അവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം അറൗണ്ട് എസ് ലോസ് പോസിബിലിറ്റി ഫോർ പേഴ്സണാലിറ്റി. അപ്പൊ നമ്മുടെ ചുറ്റും ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിലുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ കുട്ടികൾ എന്താ ചെയ്യുക? ഇതുപോലത്തുള്ള ക്യാമ്പുകളിൽ അറ്റൻഡ് ചെയ്യുക. പിന്നെ ലീഡർഷിപ്പ്, മെന്റാലിറ്റി, ഡിസിപ്ലിൻ ഇതിനെ കുറിച്ചുള്ള ഒരു ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യുക. That's all we learned about in this chapter about adolescence, a period of possibilities, everything we had learned here. If you are interested, please do like, share and subscribe my channel. Okay, thank you.